ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു റിനാൻസ് കുക്കിംഗ് വേൾഡ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മാംഗോ സാഗോ ആണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ട് റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇൻസ്റ്റാഗ്രാമിലുള്ള റിനാൻസ് കുക്കിംഗ് വേൾഡ് എന്ന പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് മാംഗോ സാഗോ എങ്ങനെ ഉണ്ടാക്കുക നോക്കി നോക്കാം. ഞാനിവിടെ 1 കപ്പ് സാഗോ ആണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ സാഗോ നന്നായി ഒന്ന് വാഷ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു അരിപ്പയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായി ഒന്ന് കഴുകി നമുക്ക് തിളക്കുന്ന വെള്ളത്തിലോട്ട് ഇട്ടുകൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു ഗ്ലാസ് കളറായി വരുന്നത് വരെയാണ് നമ്മൾ ഇതിൻ്റെ ഒരു കുക്കിംഗ് ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇത് ഞാൻ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സാബുനരി കുക്കായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ളതൊന്ന് റെഡിയാക്കി എടുക്കാം. അടുത്തതായി നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ കസ്കസ് എടുത്ത് ഒന്ന് വെള്ളത്തിൽ കുതിർത്തി വെക്കാം. അപ്പോൾ നമ്മുടെ സാഗോ ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ 3 മാംഗോ വെച്ചിട്ടാണ് ഈ ഒരു മാംഗോ സാഗോ തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് 2 കപ്പ് പാലിലോട്ട് 1/4 കപ്പ് പഞ്ചസാരയും 1 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു മാംഗോൻ്റെ കൂടെ കസ്റ്റാർഡ് പൗഡർ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ കട്ടകളൊന്നും ഇല്ലാണ്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കസ്റ്റാർഡിൻ്റെ മിക്സ് റെഡിയാവുന്ന സമയം കൊണ്ട് നമ്മുടെ സാഗോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ഒരു വൈറ്റ് കളർ മാറി ഒരു ഗ്ലാസ് കളറായി വരുന്നതാണ് അപ്പോൾ അതിൻ്റെ കറക്റ്റ് കുക്കിംഗ് ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ സാഗോ ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിതിൽ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. അപ്പോൾ ഞാൻ ഇതിൽ വെള്ളമൊക്കെ കളഞ്ഞ് നമ്മുടെ സാഗോ ഒരു ഭാഗത്തോട്ട് മാറ്റി വെക്കുന്നുണ്ട്. അടുത്തതായി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡ് മിക്സിൽ നിന്ന് കുറച്ച് ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാംഗോ പീസസ് ചേർത്ത് നന്നായി ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ കസ്റ്റാർഡ് മിക്സിൻ്റെ കൂടെ ഒരു മാങ്ങയാണ് അടിച്ചെടുത്തിട്ടുള്ളത്. ബാക്കിയുള്ളത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാംഗോ സാഗോക്ക് ആവശ്യമായിട്ടുള്ളത് എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊക്കെ കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിലോട്ട് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള സാഗോ വേവിച്ചതും അതുപോലെ തന്നെ കസ്കസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാംഗോ പീസസും നട്ട്സും ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ആൽമണ്ട്സ് മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഏത് നട്ട്സും ആണെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഹോം മെയ്ഡ് ആയിട്ട് എങ്ങനെയാണ് മിൽക്ക് മെയ്ഡ് തയ്യാറാക്കുക എന്നുള്ള വീഡിയോ മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് വേണ്ടി ഞാൻ ലിങ്ക് ടാഗായിട്ടും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മാംഗോ സാഗോ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ചും കൂടി നട്ട്സ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷണലാണ്, ഇഷ്ടമുള്ളവർക്ക് മാത്രം ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ മാംഗോ സാഗോ ഇവിടെ സെർവ് ചെയ്തിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. തണുപ്പിച്ച് കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.